ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാമത്തെ പാഠമായിട്ടുള്ള ഹാലോ അൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന പാഠമാണ്. ഇത് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ +2 ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. +2 താഴത്തെ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ പാഠമാണ്. പക്ഷേ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റു ഓർഗാനിക് കെമിസ്ട്രിയിലെ പാഠം വെച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു പാഠമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക്കിനും ഇൻഓർഗാനിക്കിനും നിങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെ പഠിക്കുക. പക്ഷേ ഒരു തുള്ളി ഇൻഓർഗാനിക്കിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ പാഠങ്ങൾക്ക് അതിന് കുറച്ചുകൂടി വെയിറ്റേജ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. ഇനി രണ്ടും ഒരേപോലെ പഠിക്കുന്നവർക്കും പഠിക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇൻഓർഗാനിക്കിന് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഒരു ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറീൻസ്, അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ. നമുക്ക് ആദ്യം ഹാലോ ആൽക്കീൻസിലേക്ക് വരാം. ഹാലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കീൻസ്. ആൽക്കൈൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഹൈഡ്രോ കാർബൺസ് ആണെന്ന് ഓർത്താൽ മതി. ഹൈഡ്രോ കാർബൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ CH3 എന്ന് എഴുതുന്ന സംഭവമാണ്, അല്ലെ CH4 നമ്മൾ എഴുതുന്ന സംഭവമാണ്. ബേസിക്കലി ഇത് മീഥേനാണ്. ഇങ്ങനെ എഴുതുന്ന സംഭവത്തിനാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുക. പക്ഷേ ഞാൻ എഴുതിയത് ആൽക്കൈൻസ് മാത്രമാണ്. നമ്മളോട് പറയുന്നത് ഹാലജൻ ഡെറിവേറ്റീവാണ്. അപ്പോൾ എന്താണ് ഈ ഹാലജൻ നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ആദ്യം പീരിയോഡിക് ടേബിൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഈ ഒരു സംഭവങ്ങളെ, ഈ ഒരു ഗ്രൂപ്പിലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ ഹാലജൻസ് എന്ന് പറയുക. ഓക്കെ, അത് ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പുള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഹാലജൻ എന്ന് പറയുന്നത് ഈ 4 പഠിച്ചാൽ മതി. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതി തരാം. ഈ സംഭവങ്ങൾ നമ്മുടെ ആൽക്കൈൻസിൻ്റെ കൂടെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഹാലോ ആൽക്കൈൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ, ആ സംഭവം എഴുതി തരാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ കഴിയണം. ശരി, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു CH4 ആണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ 4ൽ 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഒരു ഹൈഡ്രജൻ തട്ടിയിട്ട് ആ സമയത്തേക്ക് ഒരു ഇവിടെ ഏതാ ബ്രോമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാ CH2Br. അതായത് ഇവിടെ നമ്മൾ ഇതിപ്പോൾ എൻ്റെ മീഥേനാണ്, മീഥേന് വരെ ഇവിടെ ഈഥേൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ നോക്കുക, ഇതിപ്പോൾ മീഥേനാണ്, മീഥേൻ്റെ കൂടെ ഒരു ക്ലോറിൻ എടുത്തു. അപ്പോൾ ഇതിൻ്റെ പേര് നെയിമിങ് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പേര് നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലോറിൻ വന്നിട്ടുണ്ട്, ആദ്യം ഉണ്ടായിരുന്ന ഒരു മീഥേൻ ആയിരുന്നു, അപ്പോൾ ക്ലോറോ മീഥേൻ. അതുപോലെ ഇപ്പോൾ ഒരു ബ്രോമിൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു 2 കാർബണിലെ നമ്മൾ എന്താ പറയുക, ഈത്, അപ്പോൾ ഈഥെയിൻ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ബ്രോമോ ഈഥെയിൻ, അങ്ങനെയല്ലേ. അതായത് മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, അതൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് ബ്രോമോ ഈഥെയിൻ. ഓക്കെ, ഇപ്പോൾ 4 വന്നിട്ടുണ്ടെങ്കിലോ, ഒരു ഐ ആണ് വന്നെങ്കിലോ, അപ്പോൾ അയഡോ ബ്യൂട്ടെയിൻ, അങ്ങനെ പറയണം. മനസ്സിലായല്ലോ. ഇനി റൈറ്റ് 2 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്, ഹാലോ ആൽക്കൈൻസ്. ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരുപാട് മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഇതിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്ന എന്നാൽ ഒരുപാട് വെയിറ്റേജ് ഉള്ള 2 മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായി ഇത് പഠിക്കുക. ഓക്കെ, ഇത് പഠിച്ചിട്ട് ഈ പാഠം നന്നായി പഠിക്കുന്നുണ്ട്, ഇത് ഉറപ്പായും പഠിക്കേണ്ട സംഭവമാണ്, കാരണം അത്രയും വെയിറ്റേജ് ഉണ്ട് ഇതിന്. ശരി, നോക്കാം. അപ്പോൾ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ്, ഇത് ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്രേരകത്തിൻ്റെ പേര് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ മിനിമം എന്തൊക്കെ റിയാക്ട് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ആൽക്കഹോൾസ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ ആൽക്കഹോൾസ്? ആൽക്കഹോൾസ് എന്ന് പറയുന്നത് ഈ OH നമ്മളെ ആൽക്കൈൻസിൻ്റെ കൂടെ വരികയാണെങ്കിൽ അതാണ് ആൽക്കഹോൾസ് എന്ന് പറയുക. OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് ആൽക്കഹോളായി. ആൽക്കഹോൾ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആസിഡ്. ഹൈഡ്രജൻ ആസിഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഉണ്ട് HCl എന്ന് പറഞ്ഞില്ലേ, ഇതൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹാലജൻ ആസിഡ്, ഒരു ഹാലജൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കാരണം Cl അല്ലേ. അപ്പോൾ ഹാലജൻ ഇവിടെ Cl ഉള്ളതുകൊണ്ട് ഇനി Cl പകരം Br ആണെങ്കിലോ, HBr ആണെങ്കിലോ എന്നാലും ഹാലജൻ ആസിഡ് ആവും. HI ആണെങ്കിലോ എന്നാലും അതെ, HF ആണെങ്കിലും അതെ. നമ്മളിവിടെ എടുക്കുന്ന HCl ആണ്. പിന്നെ ഈ മെത്തേഡിലൂടെ HCl-ഉം HBr-ഉം ആണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഫ്ലൂറിനും അയഡിനും വേറെ തന്നെ ഒരു മെത്തേഡ് വരുന്നുണ്ട്, നമുക്ക് അപ്പോഴും നോക്കാം. അപ്പോൾ ഹാലജൻ ആസിഡ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, എന്താണ്, HCl. ഇനി ഇവർ തമ്മിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ആലോചിക്കേണ്ടുള്ളൂ. ഈ ഒരു H ഉണ്ടല്ലോ, H ഇവിടുത്തെ OH കണ്ടില്ലേ, അവർ രണ്ടാളും ചേരും. അപ്പോൾ എത്ര Hകളുണ്ട് ഇവിടെ? ഒരു H ഇവിടെ, ഒരു H ഇവിടെ, അപ്പോൾ 2 H-ഉം ഒരു Oയും, H2O. എന്താണ് H2O? അതായത് വാട്ടർ ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം കിട്ടി, വാട്ടർ. പക്ഷെ അത് നമുക്ക് മെയിൻ പ്രൊഡക്റ്റ് അല്ല. നമുക്ക് കിട്ടേണ്ടത് ഒരു ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് ഹാലോ ആൽക്കൈൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ H-ഉം ഈ OH-ഉം കൂടി പോയി. ഇനി ബാക്കിയുള്ള ഒരു ക്ലോറിൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ളത് ഇവിടുത്തെ ഒരു CH3 ഉണ്ട്, അതുകൂടി വരും. കണ്ടോ, CH3Cl. അതായത് ബേസിക്കലി അത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് സ്വാപ്പായി എന്ന് വേണമെങ്കിൽ പറയാം, ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ CH3Cl ഇവിടെ ഉണ്ടായി, അത് ഒരു മെത്തേഡ്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. H2O എന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അത് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മെയിൻലി കിട്ടേണ്ട പ്രൊഡക്റ്റ് ഇതാണ്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്, അതൊരു മെത്തേഡ്. അടുത്ത ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ് ഡാർസൺ മെത്തേഡ്. ഡാർസൺ മെത്തേഡ് അല്ല, ഡാർസൺ മെത്തേഡ്. അപ്പോൾ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് തയോണൈൽ ക്ലോറൈഡ്. ഓക്കെ, തയോണൈൽ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു SOCl2 എന്ന് പറയുന്ന സംഭവമാണ്.
അപ്പോൾ എന്താണ് ഇതിൽ നടക്കുന്നത് വെച്ചാൽ ആൽക്കഹോൾസ് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ആൽക്കഹോൾസ് തന്നെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? തയോണൈൽ ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SOCl2 എങ്ങനെ ഇത് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് നേരത്തെ നമ്മൾ മെക്കാനിസം പോലെ പറഞ്ഞല്ലോ. ഈ SO കണ്ടോ, ആ SOയും ഇവിടെ ഒരു O കണ്ടോ, O മാത്രം, ആ SOയും ഈ Oയും കൂടി റിയാക്ട് ചെയ്തിട്ട് SO2 ഉണ്ടാവുന്നു കണ്ടോ, SO2 ആയി. ഓക്കെ, പിന്നെ ഇവിടെ ഒരു H ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു 2 ക്ലോറിൻ ഇല്ലേ, അതിൽ ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വരുന്നു. അപ്പം Hഉം Clഉം HCl ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ SO പോയി, ഇവിടുത്തെ ഒരു Clഉം പോയി. ഇനി ഒരു Cl ബാക്കിയുണ്ട്. ഒരു Clഉം പിന്നെ ബാക്കിയുള്ള ഇത്ര ആൾക്കാരുള്ള അവർ രണ്ടാളും കൂടി ചേർന്നു. അപ്പോൾ എന്തായി? CH3 CH2 Cl. ഇതാണ് നമുക്ക് വേണ്ട മെയിൻ പ്രോഡക്റ്റ്. ഇതെന്താണ്? ഒരു ഹാലോ ആൽക്കൈനാണ്. അതും കിട്ടി, പിന്നെ SO2 കിട്ടി, HCl കിട്ടി. ഇതാണ് ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈഡ്സ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം അടിയിൽ തന്നെ ഒരു ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് 2 പഠിക്കുക കേട്ടോ. തയോണൈൽ ക്ലോറൈഡ് ഈസ് ദ ബെസ്റ്റ് ക്ലോറിനേറ്റിംഗ് ഏജൻറ്റ്. ഓക്കെ, അങ്ങനെയൊന്നും പഠിക്കണ്ട. അത് ബെസ്റ്റ് മെത്തേഡ് ഫോർ പ്രിപ്പറേഷൻ എന്ന് പഠിച്ചാൽ മതി. വായ ഒഴിയുന്നല്ലോ, ഇപ്പോൾ പറഞ്ഞുതരാം. യെസ്, തയോണൈൽ ക്ലോറൈഡ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ്. വൈ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ദ ബൈ പ്രൊഡക്ട്സ് ഫോംഡ് ഇൻ ദ റിയാക്ഷൻ SO2 ആൻഡ് HCl. ഇവിടെ ഉണ്ടായിട്ടുള്ള ബൈ പ്രൊഡക്റ്റ് ഉണ്ടോ? ഇതല്ല, നമുക്ക് മെയിൻ പ്രൊഡക്റ്റ് ഇതാണ്. മെയിൻ അല്ലാത്ത ഈ കിട്ടിയ 2 ആൾക്കാരുണ്ടല്ലേ, അവരെന്ന് പറയുന്നത് എന്താണ്? ഈസിലി എസ്കേപ്പബിൾ ഗ്യാസുകളാണ്. കാരണം HCl SO2 എന്ന് പറയുന്ന ഗ്യാസുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ H2 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സ്ചർ കിട്ടുക, അതിന് പിന്നെ വെള്ളത്തിനെ വേർതിരിക്കുന്ന കുറേ ചടങ്ങുകളായിപ്പോയി. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ SO2ഉം HClഉം ഗ്യാസുകളാണ് ഓൾറെഡി. അത് പെട്ടെന്ന് എസ്കേപ്പ് ആയി പോയിക്കോളും. അപ്പോൾ ബാക്കിയുള്ളത് ഇവ മാത്രമായിരിക്കും. അതാണ് നമുക്ക് വേണ്ടതും. അതുകൊണ്ട് പ്യുവർ ക്ലോറോ ആൽക്കൈൻ, ക്ലോറോയോ ബ്രോമോയോ ആവട്ടോ. അപ്പോൾ ഹാലോ ആൽക്കൈൻ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ തയോണൈൽ ക്ലോറൈഡിൻ്റെ മെത്തേഡാണ്, ഡാർസൺ പ്രോസസ്സാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തതെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ തന്നെയാണ്. ഇത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നാണ് പറയുക. അതായത് ഹാലജനെ ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്ലൂറോ ആൻഡ് അയഡോ ആൽക്കൈൻസ് ആർ പ്രിപ്പയർഡ് ബൈ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അത് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടു. ഈ ക്ലോറിന് പകരം ബ്രോമിനായാലും കുഴപ്പമില്ല, നമുക്ക് ബ്രോമോ ആൽക്കൈൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ക്ലോറിനും ബ്രോമിനും ഇവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്നാൽ ഫ്ലൂറിനും അയഡിനും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അത് എങ്ങനെ ഉപയോഗിക്കാം? ഫ്ലൂറോ ആൻഡ് അയഡോ ആൽക്കൈൻ പ്രിപ്പയർഡ് ബൈ ഹാലജൻ എക്സ്ചേഞ്ച്. ഹാലജനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഒന്ന് എന്താണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? ക്ലോറോ ആൻഡ് ബ്രോമോ ആൽക്കൈൻസ് റിയാക്ട് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ അസറ്റോൺ. അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അസറ്റോൺ മീഡിയം ടു ഫോം അയോഡോ ആൽക്കൈൻസ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ. അതങ്ങോട്ട് കളയട്ടെ. അതായത് നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ ബ്രോമോ ആൽക്കൈൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലോറോയും ആവാം, ഇവിടെ ബ്രോമിന് പകരം ക്ലോറിൻ ആയാലും ഒരു കുഴപ്പമില്ല. ഓൾറെഡി ഇത് ഹാലോ തന്നെയാണ് കേട്ടോ. ബ്രോമിനും ക്ലോറിനും ഒക്കെ ഓൾറെഡി ഹാലോ ആൽക്കൈൻസ് ആണല്ലോ. അത് പ്ലസ് NaI എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഴുതരുത് കേട്ടോ. NaI എന്ന് പറയുന്ന സോഡിയം അയഡൈഡ് ഇതുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടത് അയഡിനെ ഇവിടെ ചേർക്കാനുള്ള നമ്മളെ ലക്ഷ്യം. അപ്പോൾ അയഡിൻ ചേർന്ന് ഓർക്കുക. പിന്നെ ബാക്കിയുള്ളവരെന്തായി? അവർ കൂടി വേറെ ആയിക്കോളും. അതായത് NAയും BRും ചേർന്നിട്ട് NaBr ആയി. ബാക്കിയുള്ളത് ഈ CH3യും Iയും ചേർന്നിട്ട് CH3 ആയി. അതായത് അയഡോ, ഇതിപ്പോൾ മീഥേൻ ആയതുകൊണ്ട് അയഡോ മീഥേൻ എന്ന് പറയാം. ബേസിക്കലി നമുക്ക് അയഡോ ആൽക്കൈൻ ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, പിന്നെ ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മെയിൻ പ്രൊഡക്റ്റ് പഠിച്ചു വെക്കാനാണ്. ഇതാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ശരി, അത് ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്വാർട്സ് റിയാക്ഷൻ ആണ്. അതും ഇതുപോലെ തന്നെ ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡാണ്. ഓക്കെ, ആ പേര് വരാൻ കാരണം മനസ്സിലല്ലേ? ഹാലജൻ ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ അടുത്ത ആളാണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ക്ലോറോ ആൻഡ് ബ്രോമോ ആൽക്കൈൻസ് റിയാക്ട് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ് ടു ഫോം ഫ്ലൂറോ ആൽക്കൈൻസ്. അതായത് ഇതുപോലെ തന്നെ ക്ലോറോ ബ്രോമോ ആൽക്കൈൻസ് ഇല്ലേ, അവരെ തന്നെ എടുത്താൽ മതി. ഇതുണ്ടോ CH3Br, അവരെ ഞാൻ എടുത്തു. എന്നിട്ട് അതിൻ്റെ കൂടെ മെറ്റാലിക് ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റൽ AG, ഇത് മെറ്റലാണ്, സിൽവർ ആണല്ലോ, AgF. ഫ്ലൂറിൻ അവിടെ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലൂറിൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിക്കോളും. അപ്പോൾ ഏജിൻ്റെ കൂടെ ആരും വരും, ബ്രോമിൻ വരും, അവർ വേറെയായിട്ട് പോയിക്കോളും. അത് പ്രധാനമല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഇത് CH3F. നമുക്ക് കിട്ടിയില്ലേ, ഫ്ലൂറോ ആൽക്കൈൻ കിട്ടിയില്ലേ? അതിനാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ സ്വാർട്സ് റിയാക്ഷനും ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനും ഇങ്ങനെയാണ്. അപ്പോൾ ഈ 4 മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ മാത്രം പഠിച്ചാൽ മതി തൽക്കാലത്തേക്ക്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്ന വേറെ ഒരു ടോപ്പിക്കാണ്. ഇത് പറയുന്നത് മെക്കാനിസത്തിനെ പറ്റിയുള്ള പഠിക്കുന്നൊരു കാര്യം. റൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. ഇത് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ 2 മെക്കാനിസം ആണ് പഠിച്ചാൽ മതി. ഇത് റിയാക്ഷൻ നടക്കാൻ മെക്കാനിസം ഉണ്ടാവും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ എന്ന് പറഞ്ഞ SN1ഉം സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലാർ എന്ന് SN2 ആണ്. അതൊന്നും പഠിക്കണ്ട, അത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വരണ്ട. അതൊരു പഠിക്കാൻ വലിയൊരു കാര്യം തന്നെയാണ്. അതൊന്നും പഠിച്ചില്ലെങ്കിലും അത് തമ്മിലുള്ള ഡിഫറൻസസ് എങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് ഇത് നമ്മുടെ ഡിഫറൻസസ്? SN1
അപ്പോൾ അത് ടേക്സ് പ്ലേസ് ഇൻ 2 സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1 ആണല്ലോ, അപ്പോൾ 1 ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് അങ്ങനെ വിചാരിക്കും. ഇത് നേരെ തിരിച്ച് പഠിക്കണം. 2 സ്റ്റെപ്പായിട്ടാണ് എന്ത് SN1 നടക്കുക. ഓക്കെ, പക്ഷേ SN2 നടക്കുന്നത് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ SN2 നടക്കും. ഓക്കെ, അതൊരു പോയിന്റ്. ഇനി കാർബോ കാറ്റയോൺ ഈസ് ഫോംഡ്. കാർബോ കാറ്റയോൺ ഈസ് ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പിൽ കാർബോ കാറ്റയോൺ ഉണ്ടാവുന്നു, അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് വേണ്ട സംഭവം കിട്ടുക. അപ്പോൾ കാർബോ കാറ്റയോൺ ഉണ്ടാവുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇപ്പുറത്തേൽ അങ്ങനത്തെ കാർബോ കാറ്റയോൺ ഒന്നും ഉണ്ടാവുന്നില്ല. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇസ് ഇൻവോൾവ്, ഒറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി ഒരു പകുതി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ രണ്ടാമതുണ്ടായി. അങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കൂടിയാണ് SN2 കടന്നു പോകുക. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണിത്. നമ്മളിപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൽ കണ്ടിട്ടുണ്ട്, അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ പ്ലേലിസ്റ്റിലേക്ക് പോയിട്ട് എല്ലാം കാണുക. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ റേറ്റ് എന്ന് പറഞ്ഞല്ലോ, റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുക. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അത് നമുക്ക് ഈ നമ്പറിന് ഈസി ആയിട്ട് പഠിക്കാനേ ഉള്ളൂ. കണ്ടോ, 1 ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. ഇനി ഇതിൻ്റെ റിയാക്ടിവിറ്റീൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ, റിയാക്ടിവിറ്റി എന്ന് എഴുതിയിട്ടില്ലല്ലേ, എഴുതണം. ഓക്കെ, അതിൻ്റെ റിയാക്ടിവിറ്റി നോക്കിക്കഴിയുകയാണെങ്കിൽ ടെർഷറി ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ടാവുക, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഓക്കെ, ആ ഓർഡർ ഒന്ന് മനപ്പാടാക്കി പഠിച്ചു വെക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും പഠിച്ചു വെക്കുക. പിന്നെ SN2ൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൈമറിക്കാണ് ഏറ്റവും പ്രയോറിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി, അങ്ങനെ നടക്കുക. അതായത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി, എല്ലാം തലതിരിച്ചിട്ടാൽ മതി. ഓക്കെ, അതാണ് SN1 SN2 തമ്മിലുള്ള ഡിഫറൻസ്. ഇനി എന്താണ് വാട്ട് ഈസ് ഗ്രിഗനാർഡ് റിയേജൻറ്റ്? ഗ്രിഗനാർഡ് റിയേജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്, അത്രയും പഠിച്ചാൽ മതി. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ആർ കോൾഡ് ഗ്രിഗനാർഡ് റിയേജൻറ്റ്. ഓക്കെ, അതിൻ്റെ ഫോർമുല എഴുതുകയാണെങ്കിൽ എളുപ്പം, പേര് പോലെ എഴുതിയാൽ മതി. ആൽക്കൈൽ എന്ന് പറയുന്ന ഒരു ഇങ്ങനത്തെ ഹൈഡ്രോ കാർബൺ വരണം. പിന്നെ മഗ്നീഷ്യത Mg വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹാലൈഡ് നമ്മൾ അറിയില്ല, ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ, അതിലൊന്ന് ബ്രോമിൻ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, ആൽക്കൈൽ ഇതാ ഒരു ആൽക്കൈൽ, മഗ്നീഷ്യത ഹാലൈഡ് വന്നില്ലേ, അതാണ് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് അഥവാ ഗ്രിഗനാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാൻ കഴിയുകയാണെങ്കിൽ പഠിച്ചോ. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ബിറ്റ്വീൻ ഹാലോ ആൽക്കൈൻസ് ആൻഡ് മഗ്നീഷ്യം ഇൻ ഈതർ മീഡിയം. ഓക്കെ, എന്തിൻ്റെ മീഡിയത്തിലാണ്, അതിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്, അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മഗ്നീഷ്യത്തിൻ്റെ കൂടെ ഹാലോ ആൽക്കൈൻസ് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് പഠിക്കുക. ഇതൊരു ഹാലോ ആൽക്കൈനാണ്, അതിൻ്റെ കൂടെ മഗ്നീഷ്യം വരെയാണ്. എളുപ്പം പഠിക്കുക. മഗ്നീഷ്യം എൻ്റെ നടുക്ക് കയറിയിരിക്കും, അത്രയേ ഉള്ളൂ. CH3 MgBr, കണ്ടില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിലും ഇവിടെ ഞാൻ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നന്നായിട്ട് പഠിക്കുക. SN1 SN2 തമ്മിലെ ഡിഫറൻസ്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ? അപ്പോൾ ഇവിടെ രണ്ട് വേണ്ടാത്ത കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഞാനതൊന്ന് വെട്ടട്ടെ, എന്നിട്ട് നല്ല പോയിന്റ് എഴുതാം. യെസ്, സംഭവം എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് പറയാൻ പറഞ്ഞു, എന്താണ് ഹാലോ അറീൻസ് എന്ന് അറിയണ്ടേ? ഇത് ഹാലോ ആൽക്കൈൻസ് എന്നാണോ ഞാൻ പറഞ്ഞു? അല്ലല്ലോ, ഹാലോ അറീൻസ് എന്നാട്ടോ. ഹാലോ അറീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ ആൽക്കൈൻസ് പറയാം, ഇത് സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് വരുന്ന സംഭവം, കാർബണിൽ സ്ട്രേറ്റ് ചെയിൻ ആയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഇതിലുണ്ടല്ലോ ബെൻസീൻ അറിഞ്ഞൂടെ, ഈ ഒരു എന്താ പറയുക, ഷഡ്ഭുജ ഷേപ്പിലുള്ള സംഭവം, അതും ഈ ട്രിപ്പിൾ ബോണ്ട് സംഭവമാണ് ബെൻസീൻ എന്ന് പറയുന്നത്. അതിൻ്റെ തലയിൽ ഈ ഹാലജൻ ആറ്റങ്ങൾ വരികയാണ്. ഹാലജൻ നമ്മൾ ബേസിക്കലി എക്സ് എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എക്സ് എന്ന് പറയുന്നത് എന്തും വേണേ ആവാന്നല്ല പറയുന്നത്. ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ, അതിലെന്ത് വേണേ ആവാം. അതിനാണ് നമ്മൾ ബേസിക്കലി എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ തൽക്കാലം ക്ലോറിൻ തന്നെ ആകാം. ഓക്കെ, സ്പെസിഫിക്കലി ഞാൻ പറയാം, അത് ക്ലോറോ ബെൻസീനാണ്, അല്ലെങ്കിൽ ഇതിനെ ഒരു ക്ലോറോ അറീൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഹാലോ അറീൻസ് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇതിന് ലെസ് റിയാക്റ്റീവ് ടുവേർഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ നമ്മൾ നേരത്തെ കണ്ട മെക്കാനിസം ഉണ്ടല്ലോ, അതുമായിട്ട് ഈ ആള് അത്രയൊന്നും റിയാക്ഷൻ കാണിക്കുന്നില്ല. അതിനുള്ള കാരണമാണ് ചോദിച്ചത്. അപ്പോൾ എഴുതണം ഡ്യൂ ടു റെസൊണൻസ്. റെസൊണൻസ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അത് ഡീലോക്കലൈസേഷൻ ഒക്കെ നടന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് മാറി ഒരു റെസൊണൻസ് ഹൈബ്രിഡ് കാണിക്കും. അപ്പോൾ ആ ഒരു റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്നതുകൊണ്ടാണ് ഡ്യൂ ടു റെസൊണൻസ് അതിൻ്റെ റിയാക്ടിവിറ്റി കുറയും. ഓക്കെ, അടുത്ത പറയുന്നത് കാർബൺ ഷോസ് sp2 ഹൈബ്രിഡൈസേഷൻ. ഇതിൽ ഈ ഒരു വരച്ചു വെച്ച സംഭവം ഉണ്ടല്ലോ, ഇതിൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഉണ്ട് 6 കാർബൺ ഉണ്ടല്ലോ. ഈ 6 കാർബൺ കാണിക്കുന്ന sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാലോ ആൽക്കൈൻസിൻ്റെ റിയാക്ടിവിറ്റി കുറയും. ഈ ഒരു സംഭവം പഠിച്ചു വെക്കുക. ഓക്കെ, അത് പഠിക്കൽ നിവൃത്തിയുള്ളൂ, അതിൽ ഷോർട്ട് കട്ട് ഒന്നും പറയൽ നിവൃത്തിയില്ല. അതാണ് ഓർഗാനിക് കെമിസ്ട്രിൻ്റെ ഒരു കുഴപ്പം. ശരി, ഇൻ റൈറ്റ് നോട്ട്സ് ഓൺ എന്തൊക്കെയുണ്ട്? വൂൾസ് റിയാക്ഷൻ ഉണ്ട്, ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്, വൂൾസ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിട്ടും, അതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സംഭവം. വൂൾസ് റിയാക്ഷൻ നമ്മൾ +1 തന്നെ പഠിക്കുന്നുണ്ട്. ഹാലോ ആൽക്കൈൻസ് നമ്മൾ ആദ്യത്തെ സ്ട്രേറ്റ് ചെയിൻ ആയിട്ട് വരുന്ന കാർബൺ, പിന്നെ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഫ്ലൂറിനോ എന്തെങ്കിലും വരുന്നത്. ഹാലോ ആൽക്കൈൻസ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡൈ ഈതർ ടു ഫോം ആൽക്കൈൻസ്. ഓക്കെ, ഇതിൻ്റെ മാത്രം എവിടെയാണ് നടക്കുന്നതെന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഡൈ ഈതറിൻ്റെ പ്രസൻസിൽ. ഓക്കെ, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 2
2CH3Br എന്ന് വെച്ച് കഴിഞ്ഞാൽ 2CH3Br എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൈഡിൽ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു CH3Br ഉണ്ട് അവിടെ. ഓക്കെ, ഒരു CH3Br കൂടി അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 2CH3Br എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2Na അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 Na ഉണ്ട്. അപ്പോൾ എന്നയ്ക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 2Na ഇവിടുത്തെ 2 ബ്രോമിൻ കാണുന്നുണ്ടല്ലോ, അവരുമായിട്ട് അട്രാക്റ്റഡ് ആവും, അവർ പിടിച്ചു വലിക്കും. അപ്പോൾ NaBr ഒരെണ്ണം ഉണ്ടാവും, NaBr ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ 2 NaBrകൾ ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ. 2Na ഇവിടെ 2Br ഉണ്ട്, 2NaBr ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2Na ഉണ്ട്, 2Br ഉണ്ട്. കണ്ടോ, 2Br 2Na. എന്നിട്ട് ഇനി ബാക്കിയുള്ള ആരൊക്കെയാ? അപ്പോൾ ഇവന്മാരൊക്കെ പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇതൊക്കെ പോയി, ഇത്രേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് CH3 രണ്ടെണ്ണം, അത് തമ്മിൽ കമ്പൈൻ ആവും. അങ്ങനെ എന്താവും? ഇതാ CH3 ഇതെന്താണെന്ന് അറിഞ്ഞൂടെ? ഇത് ഞാൻ മര്യാദ എഴുതാം. യെസ്, അപ്പോൾ CH3 ഉണ്ടാവുന്നു. അതായത് ബേസിക്കലി ഒരു എന്താ ഉണ്ടായേ? ഹൈഡ്രോ കാർബൺ തന്നെ ഇവിടെ ഉണ്ടായി. ഇത് നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് ആൽക്കൈൻ തന്നെയല്ലേ, ഇത് ഈതേനാണ്, ഈതേൻ ഉണ്ടായി. ഓക്കെ, അതാണ് വൂൾസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫിറ്റിക് റിയാക്ഷനിലേക്ക് വരാം. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. നോക്കിക്കോ, ഹാലോ അറൈൻസ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ ബൈഫിനൈൽ എന്ന് വെച്ചാൽ നേരത്തെ ഹാലോ ആൽക്കൈൻസ് ആണ് എങ്കിൽ ഇവിടെ ഹാലോ അറൈൻസ് ആണ്. ഹാലോ അറൈൻസ് എന്താ? ഈ സംഭവം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പോലെ എഴുതിത്തരാം. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നോക്കിക്കോ, അതായത് 2 നമ്മൾ പറഞ്ഞ ഇതുണ്ട്, അരയിൽ ഹാലൈഡില്ലേ, അതുണ്ട്. ഇവിടെ ക്ലോറിൻ ആണ് എടുത്തത്, അപ്പോൾ ക്ലോറിൻ തന്നെ എടുക്കാം അവിടെ തൽക്കാലം. ഓക്കെ, ക്ലോറിൻ, പിന്നെ ഒന്നുകൂടി അതേപോലത്തെ സാധനം. ഓക്കെ, നടുക്കാൻ ഒരു വട്ടയിടാം, ഒരു വരയിടുന്നുണ്ടല്ലോ നമ്മൾ കാണിക്കാൻ വേണ്ടി. ഈ ഒരു വര ഉണ്ടോ? ആ വര ഇടുന്നതിന് പകരം വട്ടമിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലോറിനായി. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരത്തെ പോലെ 2Na ഉണ്ട്, 2Na തന്നെ എഴുതാം, ഓരോ Na ആയിട്ട് എഴുതുന്നില്ല. ഓക്കെ, 2Na. ഓക്കെ, ഫോണ്ട് കുറഞ്ഞു പോയോ? ഇല്ലല്ലോ. ഈ 2Na ഇതിൻ്റെ ഓരോന്നിൻ്റെ ഉള്ളിൽ ഒരു ക്ലോറിൻ ഉണ്ടല്ലോ, നേരത്തെ പോലെ തന്നെ ഈ 2 NAകളും ക്ലോറിനുകളെ അട്രാക്ട് ചെയ്യും. ഓക്കെ, നേരത്തെ ബ്രോമിനാണ് ഇവിടെ ക്ലോറിൻ, അതൊന്നും ഒരു വ്യത്യാസമുള്ള കാര്യമല്ല. അപ്പോൾ 2NaCl ഉണ്ടാവുന്നു. ഓക്കെ, 2NaCl. പിന്നെ ബാക്കി ആരാ ഉണ്ടാവുക? ഇതെല്ലാം വെട്ടിപ്പോയില്ലേ? ഇതൊക്കെ വെട്ടിപ്പോയില്ലേ? ഇനി ബാക്കിയുള്ള ഇവന്മാർ രണ്ടാളില്ലേ, അവർ കമ്പൈൻ ചെയ്യും. അതായത് ഇതും കമ്പൈൻ ചെയ്തിട്ടുള്ള സംഭവം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഉള്ളൊരു രൂപം കിട്ടും. അപ്പോൾ അതിനാണ് ബൈഫിനൈൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ അത് ഇങ്ങനെ ഒന്ന് വരയ്ക്കാണ്ട് ഇങ്ങനെ ഫോർമുലേറ്റ് എഴുതിയിട്ടുണ്ടോ, C6H5 എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കുന്നത് ബെൻസീനാണ്. C6H6 ആണ് ബെൻസീൻ. അപ്പോൾ അതിൻ്റെ കൂടെ H5 ആയിട്ട് ഒരു സീൽ ഉണ്ട്, അത് ബെൻസീൻ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 ബെൻസീനുകൾ കൂടി യോജിച്ചിട്ടുള്ള സാധനം ബൈഫിനൈൽ എന്നാണ് അതിന് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ. അതാണ് ഫിറ്റിക് റിയാക്ഷൻ. അങ്ങനെയാണ് ഇത് 2 മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് സിമ്പിളാണ്, ഊഹിക്കാനേ ഉള്ളൂ. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, എ മിക്സ്ചർ ഓഫ് ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറൈൻ റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ആദ്യത്തിൽ 2 ഹാലോ ആൽക്കെയിൻ ആയിരുന്നു, പിന്നെ 2 ഹാലോ അറൈൻ ആയിരുന്നു. ഇതാ ഇനി പഠിക്കുന്നത് ഒരു ഹാലോ ആൽക്കെയിനും ഒരു ഹാലോ അറൈനും. ഊഹിക്കാനേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ബെൻസീനാണ് അല്ലേ, ബെൻസീനിൻ്റെ കൂടെ ക്ലോറിൻ, ഇവിടെ 2Na, പിന്നെ ഇവിടെ CH3Cl. അപ്പോൾ ഇത് ഹാലോ ആൽക്കെയിൻ ആണ്. അപ്പോൾ ഈ Cl-ഉം ഈ Cl-ഉം ഈ 2Na ആയിട്ട് അട്രാക്ട് ചെയ്തിട്ട് 2NaCl ആയിട്ട് മാറും അല്ലേ. പിന്നെ ആരാ ബാക്കിയുള്ള? ഒരാളെ ബാക്കിയുള്ളൂ. അവർ തമ്മിൽ ഒരാളുള്ള 2 ആൾ, ആ 2 ആൾ കൂടി യോജിക്കും. അപ്പോൾ ഒരു ബെൻസീനുമായി ഒരു CH3 ആയി. അതായത് ഈ ബെൻസീനില്ലേ, ഇതിൻ്റെ മേലെ ഒരു CH3 വന്നാൽ എങ്ങനെ ഉണ്ടാവോ അതേ അവസ്ഥയിലെത്തി. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെച്ചത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, പിന്നെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി. പക്ഷേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്തുകൊണ്ട് അരയിൽ ഹാലൈഡ് ഇതുമായിട്ട് റിയാക്ടിവിറ്റി കുറവ് കാണിക്കുന്നു? അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ശരി, ഇനി വാട്ട് ഈസ് ഡയോസോട്ടൈസേഷൻ എന്ന് വെച്ചാൽ അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബെൻസീൻ തന്നെ, ബെൻസീൻ്റെ തലയിൽ NH2 വരുന്നത്, അതാണ് എന്ത് പറയുക? അനിലിൻ എന്ന് പറയുക. ഈ സംഭവത്തിനാണ് അനിലിൻ എന്ന് പറയുക. അനിലിൻ റിയാക്ട് വിത്ത് നൈട്രസ് ആസിഡ്. ഇതാണ് അനിലിൻ, ഇങ്ങനെ വരച്ചിട്ടാണ്, ഇതാണിത് കേട്ടോ. എന്നിട്ട് അത് HNO2 ആയിട്ട് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? ഈ ഒരു സംഭവം ഉണ്ടാകുന്നു. ഇതെന്ന് പറയുന്നത്, ഇതും വരച്ച് കാണിച്ചുതരാം. ഇതെന്ന് പറയുന്നത് ബെൻസീൻ തന്നെ, ബെൻസീൻ്റെ തലയിൽ ആര് വരും? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ C6H5 എന്ന് പറയുന്നത് ബെൻസീൻ, അതിൻ്റെ തലയിൽ ഇവിടെ വരയ്ക്കാം, ഇവിടെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. N2Cl, ഇതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്നൊരു സംഭവമാണ് ഇത്. ഇനി പറയുന്നത് വാട്ട് ഈസ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ. നമ്മൾ ഇത് ഉണ്ടാക്കിയത്, ഡയോസൈറ്റൈസേഷൻ ചെയ്ത് ഉണ്ടാക്കിയത്, ഈ സംഭവം കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കും. അതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സാൻഡ്മേഴ്സ് റിയാക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈ സംഭവം റിയാക്ട് വിത്ത്
ആരുമായിട്ട് ഹൈഡ്രജൻ ഹാലൈഡ് HX, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏത് ക്ലോറിൻ ആവാന്ന് ഞാൻ പറഞ്ഞു, ക്ലോറിൻ പോട്ടെ, ഹാലജനും ആവാന്ന് പറഞ്ഞില്ല. അപ്പോൾ HCl ആകാം, HF ആകാം, HN ഫ്ലൂറേറ്റോ, പിന്നെ HBr ആകാം, പിന്നെ HIU ആകാം. ഓക്കെ, സോറി ഒരു ചെറിയ അടി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സാധനത്തിലേക്ക് വരാം. ഹൈഡ്രജൻ ഹാലൈഡ്, അതായത് HCl HBr എന്താണോ അത്, പിന്നെ കുപ്രസ് ഹാലൈഡ് CuCl തന്നെ ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. അവർ തമ്മിൽ എല്ലാവരും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും അറിയോ, നമുക്ക് ഹാലോ അറിയും കിട്ടും. ഹാലോ അറിയും എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം, ഈ സംഭവം ഉണ്ടല്ലോ ബെൻസീൻ്റെ തലയിൽ ക്ലോറിൻ വരുന്ന സംഭവം, അത് കിട്ടാൻ വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെടുന്നത്. CH3 CH2 N2Cl എന്ന് വെച്ചാൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഈ സംഭവം, ഇത് റിയാക്ട് വിത്ത് ഞാൻ വരെ കാണിച്ചു തരാം, കാരണം അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ സംശയമുള്ളൂ, കാരണം പെട്ടെന്നൊന്നും അത് അത്ര പെട്ടെന്ന് കത്തുന്ന ഒരു പരിപാടിയല്ല അത്. യെസ്, അത് റിയാക്ട് വിത്ത് HCl + CuCl എന്തുണ്ടാവുന്നു, C6H5Cl എന്ന് വെച്ചാൽ ബെൻസീനാണിത്, അത് ഞാൻ പറഞ്ഞല്ലോ, ബെൻസീന് അതിൻ്റെ തലയിൽ Cl, അതാണല്ലോ നമുക്ക് കിട്ടണ്ടേ. പിന്നെ ഉള്ള ഈ ബൈ പ്രൊഡക്ട്സ് ഇല്ലേ, അതൊന്നും പഠിക്കണ്ട, ഇത്രയും തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇതെങ്കിലും പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, C6H5N2Cl, അതായത് നമ്മൾ ഇതേ സംഭവം തന്നെ സോഡിയം ഡയസോണിയം ക്ലോറൈഡ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് HBr ആണ്. HCl പകരം HBr എടുത്തെങ്കിലും എന്താവും, Cl പകരം Br വരും, കാരണം Br ആണല്ലോ അവിടെ വന്നിട്ടില്ലേ. അപ്പോൾ Br C6H5Br, പിന്നെ എക്സ്ട്രാ ഉള്ള സംഭവം പഠിക്കണ്ട. അപ്പോൾ ഇത്രയും സംഭവം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇതാണ് എന്താ പറയുന്നത്, സാൻമേഴ്സ് റിയാക്ഷൻ. ഇനി സാൻമേഴ്സ് റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഗട്ടർമാൻ റിയാക്ഷൻ ഉണ്ട്, അത് പഠിക്കാൻ എളുപ്പമാണ്. ഗട്ടർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം സൈലത്തിലെ മാധവദാസ് സാർ പറയുന്ന പോലെ ഗട്ടർമാൻ ഗൺമാനെ പോലെ ഓർക്കുക. ഓക്കെ, ഗൺ പൗഡർ എന്ന് ഓർക്കുക, എന്നിട്ട് പൗഡർ കോപ്പർ പൗഡർ. ഓക്കെ, മനസ്സിലായോ? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് കോപ്പർ പൗഡർ ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ് ടു ഫോം ഹാലോ ബെൻസീൻ. ഓക്കെ, അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കോപ്പർ പൗഡറായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഗൺമാൻ ഗൺ പൗഡർ കോപ്പർ പൗഡറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേ നേരത്തെ അതേ സംഭവം N2Cl സോഡിയം ഡയസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് HCl ഓൾറെഡി ഇതുണ്ട്. പിന്നെ CuClന് പകരം ഇവിടെ CuCl അല്ലേ ഉപയോഗിച്ചത്, അതിന് പകരം CuCl CuBrന് പകരം വെറും Cu മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം C6H5Cl കിട്ടുന്നു. ഓക്കെ, നേരത്തെ അതേ സാധനം തന്നെ കിട്ടുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ശ്രദ്ധിച്ചൊരാൾക്ക് സംശയം തോന്നും, കാരണം CuCl ഇവിടെ ഉപയോഗിച്ചു, ഇവിടെയുള്ള ആകെ ഒരു വ്യത്യാസം ആ ക്ലോറിൻ അങ്ങ് ഒഴിവാക്കിന. അങ്ങനെയാണെങ്കിൽ പിന്നെ എക്സ്പെൻസ് കുറയ്ക്കാൻ കുറച്ച് ക്ലോറിൻ അങ്ങ് കുറച്ചിട്ടുള്ള ഈ ഒറ്റ റിയാക്ഷൻ പഠിപ്പിച്ചാൽ പോരെ, എന്തിനാണ് 2 പഠിപ്പിക്കുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ ഗട്ടർമാൻ റിയാക്ഷന് കുറച്ചുകൂടി ഇത് കുറവാണ്, ഈൽഡ് കുറവാണെന്ന് നമ്മൾ പറയും. ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് അതായത് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കാണ്? സ്പെല്ലിംഗ് കേട്ടോ, ഈൽഡ് അങ്ങനെയല്ല, ഈൽഡിൻ്റെ സ്പെല്ലിംഗ് അല്ല, ഈൽഡ് കൂടുതൽ സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് CuCl ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, രണ്ടും എന്തിനാണ് പഠിക്കുന്നതെന്ന് സംശയം വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചു. ഓക്കെ, വാട്ട് ഈസ് പോളി ഹാലജൻ കോമ്പൗണ്ട്, ഗിവ് 2 എക്സാമ്പിൾസ്. അതായത് അങ്ങനെയൊന്നും പഠിക്കണമെന്നില്ല. പോളി ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാലജൻ ഉള്ള, ഒന്നിലധികം ഹാലജൻസ് ഉള്ള കോമ്പൗണ്ട്. അതെന്ന് പറയുന്നത് കോമ്പൗണ്ട് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഹാലജൻ, അതാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്. 2 എക്സാമ്പിൾസ് പറയുന്നത്, 1 ക്ലോറോഫോം, 2 DDT. ഓക്കെ, ക്ലോറോഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, CHCl3 അല്ലേ? ഇതാണ് ക്ലോറോഫോം. എന്തിനാ ഉപയോഗിക്കുന്നതൊക്കെ അറിയാലോ, പണ്ടത്തെ ആൾക്കാർ ഡോക്ടർമാർ ബോധം കെടുത്താൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ച സംഭവമാണ്. പിന്നെ അതിലും എഫക്റ്റീവായുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടി, അതുകൊണ്ട് ക്ലോറോഫോം ഇത് ഉപയോഗിക്കാണ്ടായി. ആൻഡ് DDTൻ്റെ ഫുൾ ഫോം പഠിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ പറയാൻ നോക്കുകയാണെങ്കിൽ ഡൈമീഥൈൽ ടെട്രാക്ലോറോ ഈഥേൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, അതും പഠിക്കുന്നത് നല്ല DDT എന്ന് പഠിച്ചാൽ പോരെ. ഓക്കെ, ഇതൊരു ഇൻസെക്ടിസൈഡ് ആട്ടോ, കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ശരി, ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ ഡാർക്ക് കളേർഡ് ഗ്ലാസ് ബോട്ടിൽസ്. വൈ? എന്തുകൊണ്ടാണ് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസിൻ്റെ ഉള്ളിൽ അതിട്ടത്? കാരണം പറയും, ടു പ്രിവെൻറ്റ് ഡീകമ്പോസിഷൻ ഓഫ് ക്ലോറോഫോം പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതായത് സൂര്യപ്രകാശം അതിൻ്റെ മേലെ തട്ടിക്കഴിഞ്ഞാൽ FOSG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷവാതകം അത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ എന്താക്കുന്നത്, ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിലിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്തേ സൂര്യപ്രകാശം കിട്ടിയ ഉടനെ. അപ്പോൾ അത് പഠിച്ചു വെക്കുക, ഡീകമ്പോസിഷൻ ഓഫ് ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഇതിനാണ് FOSG എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ ഉണ്ടാകുന്ന FOSG ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതുപോലും പഠിക്കണമെന്നില്ല, COCl2 പഠിക്കാൻ എളുപ്പമാണെങ്കിൽ പഠിച്ചോ, COCl2 FOSG ആട്ടോ അത്. ഓക്കെ, അതാണ് ക്ലോറോഫോം ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ കാരണം. ഓക്കെ, അത്യാവശ്യം പഠിച്ചു വെക്കുക. പിന്നെ ഗീവ് എക്സാമ്പിൾ ഫോർ പോളി ഹാലജൻ കോമ്പൗണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അത് ഇത് തന്നെ ഒരു എക്സാമ്പിളാണ്, എന്ത്, ക്ലോറോഫോം. അതല്ലാണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ DDT. എന്താണ്? ഡൈഫിനൈൽ ടെട്രാക്ലോറോ ഇതേ വേണ്ട, DDT എന്ന് പഠിച്ചാൽ മതി. യൂസ് ആസ് ഇൻസെക്ടിസൈഡ്, നേരത്തെ പറഞ്ഞില്ലേ, ഇൻസെക്ടിസൈഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ
ഈ ഹാലോ അൽക്കേൻസ് ആൻഡ് ഹാലോ അറീൻസ്. ഇതിൽ ഹാലോ അൽക്കേൻ കണ്ടു, ഹാലോ അറീൻ കണ്ടു, അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രിപ്പറേഷൻ കണ്ടു, പിന്നെ ഈ ഒരു ടേബിൾ കണ്ടു, പിന്നെ എന്തുകൊണ്ടാണ് ഇതിനത്ര റിയാക്ഷൻ ഇല്ലാത്തതെന്ന് കണ്ടു, പിന്നെ കുറച്ചുകൂടി പ്രിപ്പറേഷൻ മെത്തേഡ് കണ്ടു, സാൻഡ്മേഴ്സും ഗട്ടർമാൻ റിയാക്ഷനും കണ്ടു, പിന്നെ കുറച്ച് പോളി ഹാലജൻ കോമ്പൗണ്ടും പഠിച്ചു. ഇത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററിൽ കാണാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു.